എല്ലാവർക്കും സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ നല്ല നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പൈനാപ്പിൾ ജാമിന്റെ റെസിപ്പിയാണ്. ഈ ജാമിൽ നമ്മൾ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിനെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ജാം തയ്യാറാക്കാനായിട്ട് കുറച്ച് മധുരമുള്ള പൈനാപ്പിൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചില സമയത്ത് നമുക്ക് ഭയങ്കര പുളിയുള്ള പൈനാപ്പിളാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യരുത്. വെള്ളം ആഡ് ചെയ്യാതെ നല്ല തിക്കായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യരുത്. നല്ല തിക്കായിട്ട് ഇതുപോലെ അരച്ചെടുത്തതാണ്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ പൈനാപ്പിൾ അരച്ചത് ഒരു ബൗളിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്യാസിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ പേസ്റ്റിനെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ അളവനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റം വരും. പിന്നെ പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെങ്കിലും ഇതിന് മാറ്റം വരുത്താം. പിന്നെ നല്ല പുളിയുള്ളതാണെങ്കിലും നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. കാരണം ജാം ആകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്, തിക്കായിട്ട്. പക്ഷേ പഞ്ചസാര മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാകും. അപ്പോൾ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പഞ്ചസാര എല്ലാം മെൽട്ടായിട്ട് ഇതുപോലൊരു ഇച്ചിരി ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാകും. പക്ഷെ പിന്നെ ഇത് നമ്മുടെ ജാമിൻ്റെ ചൂട് മാറുമ്പോഴത്തേക്ക് പിന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാകും. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ജാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലായിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് നമുക്കിത് ഇളക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടും. പഞ്ചസാര എല്ലാം ഫുള്ളായിട്ട് മെൽട്ടായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പൈനാപ്പിളിന് പുളി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ജാമിൻ്റെ മിശ്രിതമായിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1 ഗ്രാമ്പു ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരെണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ഓ 3ഓ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ്, ടോട്ടൽ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കണ്ടില്ലേ, ഈ ഒരു കളറിൽ നല്ല തിക്കായിട്ട് റെഡിയായി കിട്ടും. നമ്മൾ ഒരു കളറോ പ്രിസർവേറ്റീവോ ചേർത്തിട്ടില്ല. ഫുൾ നാച്ചുറലായിട്ടാണ് നമ്മൾ ഈ ജാം തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിലൊക്കെ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം. പക്ഷേ ഓപ്ഷണലാണ്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. വളരെ ടേസ്റ്റിയാണ്. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.